സൗദി അറേബ്യയിൽ ഇതിനിടെ ഹൂതികളുടെ മിസൈൽ ആക്രമണ ശ്രമമുണ്ടായി എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. സൗദി മിസൈൽ ആക്രമണ ശ്രമം വ്യോമസേന തകർത്തു എന്നുള്ള വിവരമുണ്ട്. വ്യോമഗതാഗതം പക്ഷെ തടസ്സപ്പെട്ടു. 3 എയർപോർട്ടുകൾ അടച്ചു. സൗദി തിരികെ യമൻ ആക്രമിച്ചു. സന വിമാനത്താവളത്തിന് നേരെയാണ് ഈ ആക്രമണം ഉണ്ടായത്. അങ്ങനെ സൗദിയുടെ തെക്കൻ അതിർത്തി മേഖലകൾ ലക്ഷ്യമിട്ടാണ് യമനിലെ ഹൂതി വിമതർ ബലിസ്റ്റിക് മിസൈലുകൾ തൊടുത്തുവിട്ടു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നത്. അജയ്, സൗദിയിലും അസ്വസ്ഥതകളാണ്. ഒരു ഭാഗത്ത് ഇറാന്റെ പ്രശ്നം, മറുഭാഗത്ത് യമനിൽ നിന്നുള്ള ഹൂതികളുടെ പ്രശ്നം. അങ്ങനെ സൗദിയുടെ വിമാനത്താവളങ്ങൾ പോലും അടച്ചിടേണ്ട അവസ്ഥയിലേക്ക് വരികയാണ്. ഇറാന്റെ ഒരു സഖ്യകക്ഷികൾ തന്നെയാണ് യമനിലുള്ള ഹൂതി വിഭാഗക്കാർ എന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഇവർ സൗദിക്ക് നേരെ ശക്തമായിട്ടുള്ള മിസൈൽ ആക്രമണം നടത്തിയത്. ഇതിന്റെ ഭാഗമായിട്ട് അവിടെ വ്യോമഗതാഗതം ഉൾപ്പെടെ തടസ്സപ്പെടുന്ന അവസ്ഥയുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ സൗദി അറേബ്യ തിരിച്ചടിക്കുന്നു എന്നുള്ള ഒരു വാർത്തകളാണ് പുറത്തു വരുന്നത്. സന വിമാനത്താവളത്തിൽ ഇതുമായി ബന്ധപ്പെട്ട നിരവധി സ്ഫോടനങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നു. ഇതിനെ തുടർന്ന് അവിടെയും വ്യോമഗതാഗതം തടസ്സപ്പെട്ടു എന്നുള്ള റിപ്പോർട്ടുകളാണ്. നിരവധി സ്ഫോടന പരമ്പര തന്നെയാണ് സന വിമാനത്താവളത്തിനോടനുബന്ധിച്ച് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇതിനെ തുടർന്ന് ഹൂതികളുടെ ഭാഗത്ത് നിന്ന് ഒരു വലിയ ഭീഷണി തന്നെ പുറത്തു വരുന്നുണ്ട്. അവർ പറയുന്നത് ഇത്തരത്തിൽ ആക്രമണം തുടർന്നു കഴിഞ്ഞാൽ ബാബൽ മാൻഡേബ് എന്ന് പറയുന്ന കടലെടുക്ക് തങ്ങൾ അടയ്ക്കും എന്നുള്ള ഒരു ഭീഷണിയാണ്. ലോകത്തിന്റെ മൊത്തം എണ്ണ ഗതാഗതത്തിന്റെ ഏതാണ്ട് 30% കടന്നു പോകുന്ന മേഖലയാണിത്. യൂറോപ്യൻ രാജ്യങ്ങളെ പ്രധാനമായിട്ടും അറബിക്കടൽ ഉൾപ്പെടെയുള്ള മേഖലകളുമായി ബന്ധിപ്പിക്കുന്ന ഒരു പാതയാണ്. എണ്ണ ഗതാഗതം പ്രധാനമായി നടക്കുന്നു. സൗദി അറേബ്യയുടേത് ഉൾപ്പെടെയുള്ള കയറ്റുമതികൾ ബാബൽ മാൻഡേബ് വഴി നടക്കുന്നുണ്ട്. അപ്പോൾ ഈ പാത കൂടി അടയ്ക്കുമെന്നും അതിനെ തുടർന്ന് ക്രൂഡ് ഓയിൽ വില ഏതാണ്ട് $200 പെർ ബാരൽ എന്നുള്ള നിലവാരത്തിലേക്ക് ഉയർത്താൻ തങ്ങൾക്ക് ആകുമെന്നും ആണ് യമന്റെ ഒരു പുതിയ ഭീഷണി എന്ന് പറയുന്നത്. ഇത് സൗദി അറേബ്യയുടെ ആക്രമണത്തെ തുടർന്നാണ് ഇത്ര വലിയൊരു പ്രകോപനം യമൻ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും അത്തരം കടുങ്കയിലേക്കൊന്നും അവർ കടന്നിട്ടില്ല. എന്നാൽ ആ ഭീഷണി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. തീർച്ചയായും കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.